ഇന്നിവിടെ ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രാങ്ക്സ് ആണ്. അതായത് നമ്മൾ ചിക്കൻ സോസേജ് എന്ന് പറയത്തില്ലേ, സോസേജ് വെക്കാനായിട്ട്. അതിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു 3 കവറ് ചിക്കൻ സോസേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വരാവേ. ഇതിൻ്റെ തണുപ്പ് മാറി കിട്ടിയിട്ടുണ്ട്. തണുപ്പൊക്കെ മാറി പണ്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരുപാട് സ്മോളായിട്ടല്ലാതെ ഇങ്ങനെ കനം കുറച്ച് ഒരുപാട് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല. അതൊരു മീഡിയം പരുവത്തിൽ നമുക്ക് അരിഞ്ഞ് വെക്കാം. സോസേജ് എല്ലാം അരിഞ്ഞ് അതിൻ്റെ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടുക. 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുക. പിന്നീട് കുറച്ച് സോൾട്ട് ഇടുക. സോൾട്ട് കൂടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സോസേജ് എന്നും കഴിക്കാവുന്നത് ശരിയല്ല കേട്ടോ. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കത്തുള്ളൂ. വല്ലപ്പോഴും എന്ന് വെച്ചാൽ ഏകദേശം ഒരു 6 മന്ത്സൊക്കെ ഇരിക്കുമ്പം ഒന്ന് വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. കാരണം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂട്ടുന്ന ഒരു സാധനമാണ്. തടി വെക്കും നമ്മൾ നന്നായിട്ട്. പിന്നെ അതുപോലെ ഹൈ കൊളസ്ട്രോളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ എപ്പോഴും അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും, അറിയത്തില്ല എനിക്ക്. പക്ഷേ ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഇപ്പം ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സോസേജ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഫ്രൈ ചെയ്ത് പോകണം. ഫ്രൈ ചെയ്യുകയെന്ന് വെച്ചാൽ അങ്ങ് നമ്മൾ ഒരു ഹാഫ് ഫ്രൈയേക്കാളും കുറച്ചും കൂടി ചെയ്യണം. എന്നിട്ട് നമുക്കിത് 2 പ്രാവശ്യമായിട്ടിട്ട് കോരിയെടുക്കാം. ഇതിങ്ങനെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. നോക്കി, ഇതിന് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആയി വരണം. ഇത് എണ്ണ കുടിക്കുമ്പോഴാണ്, ഇത് എണ്ണ അങ്ങോട്ട് ഇതായി വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇതൊന്ന് വലിയതായിട്ട് വരുന്നു. ഒന്ന് തയ്ക്കുന്ന ഇതാണ് വീർത്ത് വരുന്നത്. ഇവിടെ ഒരു 5 സവാള നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ ഫ്രൈ ചെയ്ത ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നല്ലോണം വഴണ്ട് വരട്ടെ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റണം. പിന്നെ വഴറ്റി കഴിഞ്ഞ് ഇതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. 1 ടൊമാറ്റോ ഇട്ടാൽ മതിയേ. ഇതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞ് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി ക്യാപ്സിക്കം ഒന്നും അത്ര അങ്ങ് വേവണ്ട. മറ്റ് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ വെന്തുടയേണ്ട ആവശ്യമില്ല. ഒന്ന് നമുക്കത് കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ കിടക്കണമേ. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പോരാ, ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ സോസേജ് വറക്കുന്ന സമയത്തേ അതിന് മസാല നമ്മൾ പുരട്ടിയിട്ടാണല്ലോ വറുത്തത്. അപ്പോൾ അന്നേരം നമ്മൾ അതിൽ ഈ പറഞ്ഞ പോലെ ചില്ലി പൗഡറും മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ ഗരം മസാലയും പെപ്പർ പൗഡറൊക്കെ നമ്മൾ പുരട്ടിയിട്ടാണ് അതൊക്കെ പുരട്ടിയാണ് നമ്മൾ വറുത്തെടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തിലോട്ട് ഇപ്പം ചില്ലി പൗഡറും കൊറിയാൻഡർ പൗഡറും മഞ്ഞൾപ്പൊടി അതായത് ടർമറിക് പൗഡറും ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഈ സോസേജ് തട്ടിയിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രേവി വേണമല്ലോ നമുക്ക്. നമ്മളങ്ങ് ഡ്രൈ ആയിട്ടല്ല ഇത്. അന്നേരം കുറച്ച് ഒത്തിരി അങ്ങ് ഗ്രേവി അല്ല, ഒരു ചെറിയ ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കുറച്ച് ഉപ്പും ഇട്ട് അടച്ച് വെക്കാം.